ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നമുക്കറിയാം, പത്രോസ് തടവിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സഭ ഒന്നായി പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പത്രോസിൻ്റെ ചങ്ങല താഴെ വീഴുന്നു. അതും രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് രണ്ട് പടയാളികളുടെ മധ്യേ കിടന്നുറങ്ങുന്ന പത്രോസ് അവരറിയാതെ പത്രോസിൻ്റെ ചങ്ങല വീഴുന്നു. വെളിയിൽ വരുന്ന കാര്യമാണ്. അതായത് ഒരു ജനം മൊത്തം ഒരാൾക്ക് വേണ്ടി ശ്രദ്ധയോടെ ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് അവിടുന്ന് വിടുതലാവുകയാണ്. ആരും വിടുതലാക്കാതെ ദൈവം വിടുതലാക്കുകയാണ്. പ്രാർത്ഥന ഒരു രക്ഷാദുർഗമാണ്. പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ എന്ന് നമ്മൾ പലപ്പോഴും ആശംസിക്കാറുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥന ഒരു രക്ഷാദുർഗമാണ്. ഒരു 20-ാം നൂറ്റാണ്ട് പൂർവാർത്ഥത്തിൽ നടന്ന ഒരു സംഭവകഥ വായിക്കുവാനിടയായി. അതിങ്ങനെയാണ്: ഒരു അമേരിക്കൻ മിഷനറി ഡോക്ടർ ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുകയാണ്. അതായത് ജനങ്ങളിൽ അതായത് അനാഥരും ആലംബഹീനരുമായ ആൾക്കാരിൽ ദൈവത്തെ കാണുന്ന ഒരു മനുഷ്യൻ, അമേരിക്കൻ മിഷനറി. അദ്ദേഹം ആഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിൽ സേവനം ചെയ്യുക. അദ്ദേഹം ആ ഗ്രാമത്തിൻ്റെ, ആഫ്രിക്കയിലെ അന്നത്തെ കാലത്തെ ആ ദുരവസ്ഥ, ആ വിഷമാവര, പട്ടിണി അതൊക്കെ കണ്ട് ജനങ്ങൾ മരിച്ചു വീഴുന്നു. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് സ്വയം പോയി. അങ്ങനെയാണ് ആ മിഷണറിമാർ അവിടെ ആഫ്രിക്കയിലെ കുഗ്രാമത്തിൽ സേവനം ചെയ്യുക. അങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് വേണ്ട സാധനങ്ങൾ, മരുന്നൊക്കെ വാങ്ങിക്കാൻ പട്ടണത്തിൽ വരണം. ഒരു ബൈസൈക്കിളുണ്ട്. ആ സൈക്കിൾ 2 ദിവസത്തെ യാത്ര ചെയ്തിട്ടാണ് പട്ടണത്തിൽ വരുന്നു. എന്നിട്ടാണ് മരുന്നൊക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം പട്ടണത്തിൽ പോയി മരുന്നുകളും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരികെ വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് 2 പേര് തമ്മിൽ ഉണ്ടായിട്ട് അതിൽ ഒരാൾക്ക് കത്തി കൊണ്ട് നല്ലപോലെ മുറിവേറ്റ് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ ഇദ്ദേഹത്തെ ഈ സൈക്കിളിൽ നിന്നിറങ്ങി ഈ മുറിവേറ്റ മനുഷ്യനെ മരുന്നൊക്കെ വെച്ച് തുന്നി കെട്ടി അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞ് ഒരു ദിവസം ഈ മുറിവേറ്റ ആളിനെ സുഖമൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ കാണുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ഡോക്ടർ രക്ഷപ്പെടുത്തിയ ആളിനെ പട്ടണത്തിൽ വെച്ച് കണ്ടു. ഇതുപോലെ സാധനം വാങ്ങിക്കാൻ പോയപ്പം വീണ്ടും പട്ടണത്തിൽ വെച്ച് കണ്ടു. ഈ ഡോക്ടർ കരുതി എന്നോട് നന്ദി പറയാനോ അല്ലെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കാനോ ഒക്കെ വരുവാണെന്ന് കരുതി അടുത്ത് വന്നപ്പം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ആ മുറിവേറ്റവൻ ആ പട്ടിണിയും അങ്ങനെയൊക്കെയുള്ള ആ പശ്ചാത്തലത്തിൽ വരുന്നതുകൊണ്ട് അവർക്ക് എന്തുവേലും മോഷ്ടിക്കുന്ന സ്വഭാവമുണ്ട് അവർക്ക്. അപ്പോൾ ഈ ഡോക്ടർ രക്ഷപ്പെടുത്തിയ ഇദ്ദേഹം സുഖമായി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇദ്ദേഹം പട്ടണത്തിൽ നിന്ന് ഈ കുഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഈ രക്ഷപ്പെട്ട ആളും അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ 6 പേര് ഈ ഡോക്ടറെ ഇപ്പം ഇതവരുടെ ധാരണ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പണം കാണും, അതുകൊണ്ടാണല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പട്ടണത്തിൽ പോകുന്നു ഒക്കെ കരുതി ഇദ്ദേഹത്തെ കൊള്ള ചെയ്യുവാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് 6 പേര് അവനെ കൊള്ള ചെയ്യാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ, അപ്പോൾ രാത്രിയാണ്. അവിടെ ചെല്ലുമ്പം ഇദ്ദേഹം പറയുകയാണ്, 26 പേര് തങ്ങളുടെ ചുറ്റും നിന്ന് ആയുധവുമായിട്ട് ഞങ്ങളെ നേരിടാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടു. ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ 6 പേരേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെയുള്ള അതുപോലുള്ള അത്യാധുനിക ആയുധങ്ങളൊന്നുമില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പേടിച്ച് പോന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ ഡോക്ടർ ചിരിച്ചു. എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എൻ്റെ അടുത്ത് ആരുമില്ല എന്നൊക്കെ പറഞ്ഞപ്പം, അല്ല, ഞങ്ങൾ 6 പേരും ദൂരെ മാറി എണ്ണി 26 പേരുണ്ടായിരുന്നു താങ്കളുടെ ചുറ്റും തന്നെ താങ്കളെ സംരക്ഷിക്കാനായിട്ടുണ്ടാകുന്ന ഇദ്ദേഹം പറയുകയാണ്. ഇദ്ദേഹത്തിനെ വിശ്വസിക്കാൻ ആയില്ല. ഒടുവിൽ പറഞ്ഞു, ദൈവം എന്നെ രക്ഷിച്ചായിരിക്കും എന്ന് കരുതി അദ്ദേഹം ആശ്വസിച്ചു. കറക്റ്റ് 1 മാസം കഴിഞ്ഞ് ഇദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചുപോയി ഏതോ കാര്യത്തിന്.
അവിടെ ചെന്ന് അപ്പോൾ ഇദ്ദേഹത്തിന് ഡയറിയിലൊക്കെ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തിരുന്ന സ്വഭാവമുണ്ട്. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇടവപ്പള്ളിയിൽ ഇങ്ങനെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന ദിവസം ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി, ഇതുപോലെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പ്രായം ചെന്ന ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞങ്ങളെന്നും, അതായത് ആഫ്രിക്കയിൽ രാത്രി ആയിരിക്കുമ്പോൾ ഇവിടെ പകലാണ്, ആ പകൽക്കാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഈ നിങ്ങളെപ്പോലെയുള്ള മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം തൻ്റെ ഡയറി നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന ദിവസം ആ പ്രാർത്ഥനയ്ക്ക് വന്നവർ ഒന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ എഴുന്നേറ്റ് അന്ന് 26 പേരാണ് അന്ന് ആ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നത്. ആ 26 പേരുടെ പ്രാർത്ഥനയാണ് ഒരു രക്ഷാദുർഗമായിട്ട് ഈ മിഷനറിയുടെ ചുറ്റും നിന്നതെന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവർ, നമ്മുടെ പ്രാർത്ഥന, ആത്മാർത്ഥതയുള്ള വിശ്വാസത്തോടുള്ള പ്രാർത്ഥന, അത് രക്ഷിക്കും, അത് രക്ഷാദുർഗമാണ്. പത്രോസിനെ ഇവിടെ രക്ഷിച്ചതുപോലെ, പൗലോസിനെ രക്ഷിച്ചതുപോലെ നമ്മുടെയൊക്കെ വിദേശത്തായിരുന്ന മക്കൾ അത് ഏത് അവസ്ഥയിലായിരിക്കട്ടെ, ഏത് പ്രയാസത്തിലായിരിക്കട്ടെ, നമ്മൾ എത്ര ദൂരെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും, നമ്മുടെ ഈ മരുഭൂമിയിലൊക്കെ പണ്ട് മിഷണറി പ്രവർത്തനമൊക്കെ നടത്തിയവരുടെ കഥകളൊക്കെ വായിക്കുമ്പോൾ ഇതുപോലെ അവരുടെ വീട്ടിലും നാട്ടിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവരെ രക്ഷപ്പെടുത്തിയതായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഒരു രക്ഷാദുർഗമാണ്. നമ്മുടെ മക്കൾക്കായാലും, വിദേശത്തെ മക്കൾക്കായാലും, നാട്ടിലായാലും വീട്ടിലായാലും, നമ്മൾ രോഗികൾക്ക് വേണ്ടിയായാലും നമ്മൾ ശക്തിയായ പ്രാർത്ഥന, ആത്മാർത്ഥമായ പ്രാർത്ഥന ഒരു രക്ഷാദുർഗം പോലെ കാവൽതായിട്ട് നമ്മുടെ അത് നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും വിദേശത്തെ മക്കൾക്കായാലും എല്ലാവർക്കും ഒരു രക്ഷാദുർഗമാണ്. അപ്പോൾ അതിന് ദൈവത്തിൻ്റെ നമ്മുടെ പ്രാർത്ഥന വിട്ടിരിപ്പാൻ, നമ്മൾ ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിപ്പാൻ, നമ്മുടെ പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ, വിദേശത്തെ മക്കളുടെ പ്രയാസങ്ങളിൽ, അവരുടെ ജോലി ഭാരങ്ങളിൽ, വിശ നഷ്ടപ്പെടുമ്പോൾ എല്ലാത്തിനും നമുക്ക് അവരുടെ പ്രയാസങ്ങളിൽ ഏറ്റവും വരിയായി അവരും ദൈവത്തോട് അടുത്തിരിപ്പാൻ, ദൈവത്തെ അറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രാർത്ഥന ഒരു രക്ഷാദുർഗമാണ്. അതിന് എപ്പോഴും പ്രാർത്ഥന വിട്ടിരിപ്പാൻ തക്കവണ്ണം, മടുത്തുപോകാതെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.